രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിന്റെ ഭജഗോവിന്ദൻ ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഭജഗോവിന്ദം ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്ക് 12 മണിക്ക് നാരായണീയത്തിന്റെ ക്ലാസ്, ചൊവ്വാഴ്ച 12 മണിക്ക് കൃഷ്ണന്റെ കാമുകിയായ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ത്രസിപ്പിക്കുന്ന ജീവിതകഥ, എല്ലാ ബുധനാഴ്ചയും ഭജഗോവിന്ദത്തിന്റെ ക്ലാസ്, അതേ കണക്ക് തന്നെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊല്ലത്താണ്, അപ്പം നിങ്ങൾക്ക് എന്നെ സമീപിക്കാവുന്നതാണ്. ദൂരെയുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യമുണ്ട്. 96453339 എന്ന നമ്പറാണ്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എന്നെ വിളിച്ചാൽ ഡീറ്റെയിൽസ് അറിയാം. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, അല്ലെങ്കിൽ മുഴുവൻ എമൗണ്ടും തിരിച്ചു വരുമെന്നാണ്. ജ്യോതിഷമുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം നിങ്ങൾ നോക്കുക. ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ 96453339 വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് തന്നെ നിങ്ങൾ എൻ്റെ മാസ്റ്റർ പീസായ അഷ്ടാവക്ര ഗീത പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഒരു ഹിന്ദു മരിക്കുന്നതിന് മുമ്പ് അഷ്ടാവക്ര ഗീത കേട്ടിരിക്കണം. അതേ കണക്ക് തന്നെ ശ്രീബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ ഇട്ടിട്ടുണ്ട്. ഭക്തമീരയുടെ കഥ ഇട്ടിട്ടുണ്ട്. രാധാറാണിയുടെ രാധയാ കവചം 2 എണ്ണമുണ്ട്, അത് 2 ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും ഇല്ലാതെയും ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ പ്ലേലിസ്റ്റിനകത്തുണ്ട്, നിങ്ങളിതെല്ലാം നോക്കിയെടുക്കുക. പിന്നെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ ദിവസവും രാവിലെ 5:30 മണിക്ക് തികച്ചും അറിവുകൾ പകരുന്ന, പോസിറ്റീവ് എനർജി നൽകുന്ന, മോട്ടിവേഷൻ ആയിട്ടുള്ള മെസ്സേജുകൾ കിട്ടുന്നതാണ്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്.
എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പൊ ഭജഗോവിന്ദം ആരംഭിക്കുകയാണ്. ഇന്നത്തെ ഭജഗോവിന്ദം നിങ്ങൾക്ക് പാടിത്തരുന്നത് നാരായണീയത്തിലൂടെയും സൗന്ദര്യലഹരിയിലൂടെയും അഷ്ടപതിയിലൂടെയും ഒക്കെ നിങ്ങളുടെ ഹൃദയം കവർന്നെടുത്ത നിങ്ങളുടെ പ്രിയങ്കരിയായി മാറിയ അൽബയാണ്. അൽബ, കടുത്ത രാധാഭക്തിയുള്ള അൽബ, രാധേ രാധേ ചാനലിന് എന്നും പ്രിയപ്പെട്ട അൽബ, ഞങ്ങൾ എന്തു പറഞ്ഞാലും ഒരു മടി പോലും കൂടാതെ ചെയ്തു തരുന്ന അൽബ, അൽബയുടെ ആലാപനത്തോടു കൂടി രാധേ രാധേ ചാനലിന്റെ ഭജഗോവിന്ദൻ ക്ലാസ് ആരംഭിക്കുകയാണ്. കേട്ടുകൊള്ളൂ അതിമനോഹരമായ അൽബയുടെ ആലാപനം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷധി ദുകൃൻ കർണേ. അപ്പോൾ നമ്മുടെ അൽബ അതീവ സുന്ദരമായിട്ട് ഇത് പാടിയത് കേട്ടല്ലോ. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്, നിങ്ങളത് കേൾക്കാതെ പോകരുതേ. ജീവിതത്തിലെ ഒരു വലിയ നഷ്ടമായിരിക്കും. കൃഷ്ണന്റെ അമ്പലത്തിലല്ലാതെ എവിടെയും പോകാത്ത ഞാൻ എങ്ങനെയാണ് ഒരു രാധാഭക്തിയിലേക്ക് എത്തിയതെന്ന അതിവിശുദ്ധമായ ഒരു വീഡിയോ ആണ്. ലിങ്ക് വേണ്ടവരെൻ്റെ 96453339 വാട്സപ്പ് നമ്പറാണ്, വിളിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഞാനത് ലിങ്ക് ഇട്ട് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ കേട്ടുകൊള്ളൂ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുഗൃഞ്ഞകരണേ നഹി നഹി രക്ഷതി ഡുഗൃഞ്ഞകരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പോൾ അർത്ഥം എഴുതിക്കൊള്ളൂ. ഭജ ഗോവിന്ദം, അർത്ഥം ഗോവിന്ദനെ ഭജിച്ചാലും ഗോവിന്ദനെ ഭജിച്ചാലും. മൂഢമതേ, അർത്ഥം ബുദ്ധിയില്ലാത്തവനെ, മൂഢമതേ ബുദ്ധിയില്ലാത്തവനെ. സംപ്രാപ്തേ, സംപ്രാപ്തേ സമ്പാദിച്ച, സമ്പാദിച്ച. സന്നിഹിതേ കാലേ, അർത്ഥം മരണം അടുത്തെത്തുമ്പോൾ. സന്നിഹിതേ കാലേ എന്ന് പറഞ്ഞാൽ അർത്ഥം മരണം അടുത്ത് എത്തുമ്പോൾ. ഇനി ഡുഗൃഞ്ഞകരണേ, വ്യാകരണമാണ്. ഡുഗൃഞ്ഞകരണേ എന്ന് പറഞ്ഞാൽ വ്യാകരണത്തിലെ ഒരു സൂത്രം. നിങ്ങൾ വ്യാകരണം എഴുതിയാൽ മതി, ഗ്രാമർ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഗ്രാമറുകൾ. നഹി രക്ഷതി, നഹി നഹി രക്ഷതി എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക ഇല്ല. അതായത് ശങ്കരാചാര്യ സ്വാമികൾ കാശി നഗരത്തിൽ വെച്ച് കണ്ടുമുട്ടിയ ഒരു ഗ്രാമർ വിദഗ്ധന് സംസ്കൃതത്തിലും മറ്റും ഗ്രാമറൊക്കെ അനലൈസ് ചെയ്ത് പാണ്ഡിത്യം നേടാൻ ശ്രമിക്കുന്ന ഒരാള്, വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ വായിച്ചു പാണ്ഡിത്യം നേടാൻ ശ്രമിക്കുന്ന ഒരാള്, അദ്ദേഹത്തിന് കൊടുത്ത ഒരു ഉപദേശമാണ് ആദ്യത്തെ 12 ശ്ലോകങ്ങൾ. ഇത് ദ്വാദശ മഞ്ജരി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ശങ്കരാചാര്യ സ്വാമി പറയുകയാണ്, ഏ മൂഢ, നീ ഗോവിന്ദനെ ഭജിക്കൂ, നീ സാക്ഷാൽ ഗോവിന്ദനെ ഭജിക്കൂ. ഇവിടെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കൃഷ്ണന് പല പേരുകളുണ്ട്. ഇവിടെ ശങ്കരാചാര്യ സ്വാമിയെ പോലെയുള്ള ഒരു വലിയ മനുഷ്യൻ കൃഷ്ണനെ ഭജിക്കൂ എന്ന് പറഞ്ഞില്ല, വാസുദേവനെ ഭജിക്കൂ എന്ന് പറഞ്ഞില്ല, നാരായണനെ ഭജിക്കൂ എന്ന് പറഞ്ഞില്ല. പിന്നെ ആരെ ഭജിക്കാനാണ് പറഞ്ഞത്? ഗോവിന്ദനെ ഭജിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിനകത്ത് നാരായണൻ എന്ന വാക്ക് ഉപയോഗിക്കാതെ, കൃഷ്ണൻ എന്ന വാക്ക് ഉപയോഗിക്കാതെ ഗോവിന്ദൻ എന്ന വാക്ക് ഉപയോഗിച്ചത്? ഗോവിന്ദൻ എന്ന പദത്തിനകത്ത് ഗോക്കളുണ്ട്, ഗോപാലകരുണ്ട്, വൃന്ദാവനമുണ്ട്, രാധയുണ്ട്. അതുകൊണ്ടാണ്
ഭഗവാൻ ശ്രീകൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട നാമം ഏതെന്ന് ചോദിച്ചാൽ ഗോവിന്ദൻ എന്നാണ്. അതിൻ്റെ കാരണം ഇതാണ്. അതിനകത്ത് ഗോക്കളുണ്ട്, ഗോപാലകന്മാരുണ്ട്, ഗോപികമാരുണ്ട്, വൃന്ദാവനമുണ്ട്, സർവോപരി രാധയുണ്ട്, രാധയുടെ പ്രണയമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമയേ. മൂഢ, ബുദ്ധിയില്ലാത്തവനെ, നീ സാക്ഷാൽ ഗോവിന്ദനെ ഭജിക്കാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രാധയെ മാറ്റി നിർത്തിയാൽ പിന്നെ ആരില്ല? ഗോവിന്ദനില്ല. ഗോവിന്ദൻ എന്ന പദത്തിൽ ആരാണുള്ളത്? എന്തുകൊണ്ടാണ് ഗോവിന്ദൻ എന്ന പദം കൃഷ്ണൻ ഇത്രയും പ്രിയങ്കരമായി മാറിയത്? അതിൽ രാധയുള്ളത് കൊണ്ടാണ്. താൻ പൊന്നുപോലെ നോക്കുന്ന പശുക്കളും രാധയും ഗോപികമാരും എല്ലാവരും ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ എന്ന വാക്കിൽ രാധയില്ല. അതുകൊണ്ട് എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കുന്നതിൽ വലിയ കഥയില്ല. ഇത് സൗത്ത് ഇന്ത്യക്കാർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല. സൗത്ത് ഇന്ത്യക്കാരെപ്പോഴും എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞായിരിക്കുന്നത്. അതേസമയം നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ചെന്നേ, ഒന്നും വേണ്ട, നിങ്ങൾ തിരുപ്പതിയിൽ ചെന്നേ, വേണ്ട തമിഴ്നാട്ടിൽ ചെന്നേ. തമിഴ്നാട്ടിൽ കാഞ്ചീപുരത്തുള്ള ആ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമുണ്ട്. അവിടെയൊക്കെ നിങ്ങൾ ചെന്നേ, അവരെന്താ പറയുന്നത്? ഗോവിന്ദ 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 ഗോവിന്ദ. നമ്മളെ കാഞ്ചീപുരത്തൊക്കെ ആ ക്യൂ ഇങ്ങനെ നിൽക്കുമല്ലോ. അവിടെ ഈ പല്ലിയൊക്കെ തൊട്ട് തൊഴുകുന്ന ഒരു ക്ഷേത്രമുണ്ട് കാഞ്ചീപുരത്തൊക്കെ. അപ്പൊ അവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ ആ വരിയിൽ നിന്നുകൊണ്ട് തമിഴര് വിളിക്കുന്നത് എന്താണ്? കൃഷ്ണ എന്നല്ല, ഗോവിന്ദ ഗോവിന്ദ. തിരുപ്പതിയിൽ പോയി അവര് വിളിക്കുന്നത് എന്താണ്? ഗോവിന്ദ ഗോവിന്ദ. കാരണം രാധയില്ലാതെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? കൃഷ്ണന് തന്നെ ആ പേരിനോട് അത്ര ഇഷ്ടമില്ല എന്ന് നിങ്ങൾ അറിയുക. ഭഗവാൻ ഏറ്റവും ഇഷ്ടം ഏതാണ്? ഗോവിന്ദനാണ്. കാരണം ഗോവിന്ദൻ എന്ന പദം രാധയുണ്ടെന്ന് മാത്രമല്ല, രാധയ്ക്ക് വളരെ ഇഷ്ടമുള്ള പദമാണ് ഗോവിന്ദൻ. അതുകൊണ്ട് തന്നെ കൃഷ്ണനും ഏറ്റവും ഇഷ്ടമുള്ള പദമാണ് ഗോവിന്ദൻ. അതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത്, മൂഢ, നീ ആരെ ഭജിക്കൂ? ഗോവിന്ദനെ ഭജിക്കൂ. ഇവിടെ ഇനി ഒരു കാര്യവും കൂടെ ഉണ്ട്. സാക്ഷാൽ ശങ്കരാചാര്യ സ്വാമികള് ശിവഭഗവാന്റെ അവതാരമാണെന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ സാക്ഷാൽ ശിവഭഗവാന്റെ അവതാരമാണ് ശങ്കരാചാര്യ സ്വാമികള്. ആ ശിവഭഗവാന്റെ അവതാരമായ ശങ്കരാചാര്യ സ്വാമികൾ എന്തുകൊണ്ടാണ് ശിവനെ ഭജിക്കാൻ പറയാത്തത്? എന്തുകൊണ്ടാണ് മറ്റു ദേവന്മാരെ ഒന്നും ഭജിക്കാൻ പറയാത്തത്? ഇവരെ ആരെയും ഭജിക്കാൻ പറയാതെ നേരെ പോയത് ഗോവിന്ദനിലാണ്. കാരണം ശിവനും നമ്മൾ ആരാധിക്കുന്ന മറ്റേത് ദൈവത്തിനെക്കാട്ടിയും സുപ്രീം ഗോഡ് എന്ന് പറയുന്നത് രാധാ സാന്നിധ്യമുള്ള, രാധാമയമുള്ള ഗോവിന്ദനാണ്. അതാണ് അതിന്റെ പ്രശ്നം. അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക, ശിവനെ ആരാധിക്കാതെ കൃഷ്ണനെ ആരാധിക്കാൻ പറഞ്ഞില്ല, നാരായണനെ ആരാധിക്കാൻ പറഞ്ഞില്ല, വാസുദേവനെ ആരാധിക്കാൻ പറഞ്ഞില്ല. പിന്നെ ആരെയാ പറഞ്ഞത്? രാധ എന്ന പദവും കൂടെ ചേർന്ന ഗോവിന്ദനെ, രാധാ സമേതനായ കൃഷ്ണനെ ആരാധിക്കുക എന്നതാണ് ഗോവിന്ദൻ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഗോവിന്ദനെ ആരാധിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്, രാധാ സമേതനായ കൃഷ്ണനെ ആരാധിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് അങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ് അദ്ദേഹം, സംപ്രാപ്തേ സന്നിഹിതേ കാലേ, ഇല്ലേ? സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി കരണേ. മൂഢ, മരണം അടുത്തു വരുമ്പോൾ നിന്നെ വേദങ്ങൾ രക്ഷിക്കില്ല, ഉപനിഷത്തുകൾ രക്ഷിക്കുകയില്ല, ഗർഗഭാഗവതവും നിന്നെ രക്ഷിക്കില്ല, രാമായണവും മഹാഭാരതവും ഒന്നും നിന്നെ രക്ഷിക്കുകയില്ല, ഒരു ഗ്രാമറും രക്ഷിക്കുകയില്ല, ഒരു സംസ്കൃത ശ്ലോകവും രക്ഷിക്കുകയില്ല, നിന്നെ ഒരു ഗുരുവും രക്ഷിക്കുകയില്ല. പിന്നെ ആരാണ് രക്ഷിക്കുന്നത്? ഗോവിന്ദൻ എന്ന ഒരു പദം മാത്രം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നോക്കൂ, മരണം അടുത്ത് വരുന്നു. അപ്പൊ മരണം അടുത്ത് വരുമ്പോൾ, കാലം വരുമ്പോൾ, ഞാൻ പറയുകയാണ്, ഞാനൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചറാണ്.
അതുകൊണ്ട് കാലൻ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് പ്രസന്റ് ടെൻസ് അറിയാം, പാസ്റ്റ് ടെൻസ് അറിയാം, ഫ്യൂച്ചർ ടെൻസ് എനിക്കറിയാം, എനിക്ക് 3 രൂപങ്ങളൊക്കെ കാണാപ്പാടമാണ്. മനസ്സിലായ? പ്രസന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പിന്നെ ഹാസ്, ഹാഡ്, ഹാവ്, ഇതെല്ലാം എനിക്കറിയാം. പിന്നെ എനിക്ക് അനായാസം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. ഞാൻ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. അതുകൊണ്ട് കാല പ്ലീസ് യു ഗോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വല്ല രക്ഷയുണ്ടോ? കാലം തൂക്കിയെടുത്ത് പോത്തിന്റെ പുറകുവശത്ത് ഇരുത്തി എപ്പ കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ മതി. അവിടെ കാലൻ വരാതിരിക്കണമെങ്കിൽ ഈ ഗ്രാമർ പോരാ, പ്രസന്റ് ടെൻസ് പോരാ, ഇംഗ്ലീഷിലെ ഫ്ലുവൻസി പോരാ, വേദങ്ങളിലെ ശ്ലോകം പറയുന്നത് കൊണ്ട് കാര്യമില്ല. അവിടെ ആര് വേണം? നാവിൽ ഭജഗോവിന്ദ ഭജഗോവിന്ദ ഗോവിന്ദ 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 ഈ വിളി ഉണ്ടെങ്കിൽ കാലൻ വരില്ല. ഗോവിന്ദന്റെ ദൂതന്മാർ വരും. ആ ഗോവിന്ദനെ വിളിക്കുന്നത് രാധാഭക്തിയിൽ മുഴുകിയാണെങ്കിൽ ലളിത സഖി വരും, കൊണ്ടുപോകും. ഇവിടെ ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കുക. മൂഢ എന്ന് വിളിക്കുന്നത് അഹങ്കാരം കൊണ്ടല്ല. നമ്മൾ സാധാരണഗതിയിൽ അങ്ങനല്ല. ഇവൻ മണ്ടനാണ്, ഇവൻ മൂഢനാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു അഹങ്കാരമുണ്ട്. ശങ്കരാചാര്യ സ്വാമികൾ ഇവിടെ അഹങ്കാരം കൊണ്ടല്ല മൂഢ എന്ന് വിളിക്കുന്നത്, ദേഷ്യം കൊണ്ടല്ല മൂഢ എന്ന് വിളിക്കുന്നത്. നിങ്ങളിങ്ങനെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഗുരുക്കന്മാരിലും പെട്ട് ശ്ലോകങ്ങൾ ഉരുവിട്ട് തർക്കിച്ച് നടക്കുന്നത് കണ്ട് നിങ്ങളോട് കാരുണ്യം തോന്നിയിട്ടാണ്. കഷ്ടം, ഇവരിങ്ങനെ ജീവിതം പാഴാക്കുന്നല്ലോ, ഇവനൊന്നും മോക്ഷം കിട്ടത്തില്ലല്ലോ എന്ന് പറഞ്ഞ് കാരുണ്യം തോന്നിയിട്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ നിങ്ങളെ മൂഢ എന്ന് വിളിക്കുന്നത്. അല്ലാതെ സ്വാമി അഹങ്കാരം കൊണ്ടോ ദേഷ്യം കൊണ്ടോ ഒന്നുമല്ല. ദേ നോക്കൂ, അറിവുകൾ വേണ്ട, ഗ്രാമർ വേണ്ട, വെറും ഒരു വാക്ക്, ഒരൊറ്റ വാക്ക് കൊണ്ട് ഉന്നത പദവിയിലെത്തിയതാണ് ആ ധ്രുവൻ. നമുക്കെല്ലാവർക്കും അറിയാം, ഉത്താനപാദൻ എന്ന രാജാവ്, അദ്ദേഹത്തിന് 2 ഭാര്യ, സുനീതിയും സുരുചിയും. സുരുചിയിൽ ജനിച്ച ഉത്തമനോടാണ് പിതാവായ ഉത്താനപാദന് കൂടുതൽ സ്നേഹം. ഒരു ദിവസം ധ്രുവൻ കയറി ഉത്താനപാദന്റെ മടിയിലിരുന്നപ്പോൾ രണ്ടാനമ്മയായ സുരുചി വന്നിട്ട് പിടിച്ചിറക്കി അപമാനിച്ചു വിട്ടു. അപ്പോൾ എന്ത് ചെയ്തു? ധ്രുവൻ കരഞ്ഞുകൊണ്ട് തൻ്റെ അമ്മയായ സുനീതിയുടെ അടുക്കലെത്തിയപ്പോൾ സുനീതി പറഞ്ഞു കൊടുത്തത് രാമായണം വായിക്കാനല്ല, ഭാഗവതം വായിക്കാനല്ല, വേദം വായിക്കാനല്ല, മോനെ നീ വിഷ്ണുവിനെ അഭയം പ്രാപിക്ക്, നീ വിഷ്ണുവിനെ അഭയം പ്രാപിക്കും മോനെ. ആ നിമിഷം ധ്രുവൻ തപസ്സിനായിട്ട് കാട്ടിലേക്ക് പോയി ധ്യാനം തുടങ്ങി. അപ്പോഴാണ് നാരദ മഹർഷി വരുന്നത്. നാരദ മഹർഷി പറഞ്ഞു, അയ്യോ നീ ഒരു കൊച്ചുകുട്ടിയാണ്, ഈ കൊച്ചുകുട്ടിയായ നീ ഇങ്ങനെ വന്യമൃഗങ്ങൾ മേഞ്ഞു കഴിയുന്ന കാട്ടിലിരുന്നാൽ ആപത്താണ് മോനെ, നീ നിന്റെ അമ്മയുടെ അടുക്കലേക്ക് തിരിച്ചു പോ, ഞാൻ അതിന് സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഭഗവാൻ മഹാവിഷ്ണുവിനെ ധ്യാനിക്കുന്നവനെ ഏത് വന്യമൃഗമാണ് സ്വാമി ആക്രമിക്കുന്നത്? കുട്ടിയുടെ നിഷ്കളങ്കമായ ചോദ്യത്തിന് മുന്നിൽ നാരദ മഹർഷിക്ക് ഉത്തരം മുട്ടിപ്പോയി. പറയൂ സ്വാമി, ആരാണ്? അതുകൊണ്ട് അല്ലയോ മഹാമുനി, എനിക്കൊരു മന്ത്രം ഉപദേശിച്ചു തന്നാലും, വിഷ്ണുവിനെ ഭജിക്കാനുള്ള ഒരു മന്ത്രം ഉപദേശിച്ചു തന്നാലും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. അത് ഞാൻ പറയാം ഏതാണെന്ന്. ആ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുകയും അതങ്ങനെ ജപിച്ച് 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 ഇരിക്കുകയും അങ്ങനെ വന്നപ്പോൾ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്ത് ചെയ്തു? ഏറ്റവും വലിയ ആരും എത്തിച്ചേരാത്ത ഉന്നത പദവി നൽകി. ധ്രുവം എന്ന് പറയുന്ന ലോകത്തിൽ, ആ ലോകത്തിന് തന്നെ ധ്രുവം എന്ന പേര് കൊടുത്തു. നാരായണീയം വായിക്കുന്നവർക്ക് നമുക്കറിയാം അല്ലേ, പ്രളയത്തിൽ പോലും നശിക്കാത്ത ലോകമാണ് ധ്രുവലോകം എന്ന് പറയുന്നത്. അവിടുത്തെ നക്ഷത്രമായി ധ്രുവ നക്ഷത്രമായി മാറി. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, ഈ ഉന്നത പദവിയിൽ എങ്ങനെ ധ്രുവൻ എത്തിച്ചേർന്നു? ധ്രുവൻ വേദങ്ങൾ പഠിച്ചിട്ടില്ല, ഉപനിഷത്തുകളില്ല, സംസ്കൃതമില്ല, വേറെ പാണ്ഡിത്യമില്ല, ഇംഗ്ലീഷും ജർമ്മനും ഫ്രഞ്ചും ഒന്നും പഠിച്ചിട്ടില്ല ധ്രുവൻ. ആകെ അറിയാവുന്നത് ഒരൊറ്റ പദം, ആകെ അറിയാവുന്നത് ഒരൊറ്റ പദം, നാരദ മുനി പറഞ്ഞു കൊടുത്ത ഒരൊറ്റ പദം. അതിതാണ് ധ്രുവന് മോക്ഷം കിട്ടിയ ഒറ്റ പദം ഇതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ
ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കണ്ടോ, ഈ ഒറ്റ പദമേ ധ്രുവൻ അറിയാമായിരുന്നുള്ളൂ. അല്ലാതെ ഋഗ്വേദം അറിയില്ല, യജുർവേദം അറിയില്ല, സാമവേദം അറിയില്ല, രാമായണം അറിയില്ല, ഒന്നും അറിയില്ല. ഒറ്റ പദം. ആ ഒറ്റ പദം കൊണ്ട് ഈ പ്രപഞ്ചം നിലനിൽക്കോളം കാലം നിലനിൽക്കുന്ന, അതായത് ബ്രഹ്മലോകം നശിച്ചാലും ധ്രുവന്റെ ലോകം നിലനിൽക്കും. ശിവന്റെ കൈലാസം നശിച്ചാലും ധ്രുവന്റെ ലോകം നിലനിൽക്കും. അങ്ങനെ നിലനിൽക്കുന്ന ലോകത്തിൽ എത്തിച്ചേർന്നത് പാണ്ഡിത്യം കൊണ്ടല്ല. അതുകൊണ്ട് സ്വാമി പറയുകയാണ്, ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമയേ. ഇനി പ്രഹ്ലാദൻ അറിവ് കൊണ്ടാണോ രക്ഷപ്പെട്ടത്? അല്ല. ഭഗവാൻ പ്രസാദിച്ചത് പ്രഹ്ലാദന്റെ ഭക്തി കൊണ്ടാണ്, നാമജപം കൊണ്ടാണ്. കുബ്ജയ്ക്ക് മോക്ഷം കിട്ടിയത് അറിവ് കൊണ്ടാണോ, പാണ്ഡിത്യം കൊണ്ടാണോ, വ്യാകരണം കൊണ്ടാണോ? ഗോപികമാർക്ക് മോക്ഷം കിട്ടിയത്, ഗോപികമാർക്ക് അക്ഷരാഭ്യാസം പോലുമില്ല. ഗോപികമാർ ഒരു പുസ്തകവും വായിച്ചതായിട്ട് എവിടെയും പറയുന്നില്ല. ഗോപികമാർക്ക് എങ്ങനെയാ കിട്ടിയത്? ഭക്തി കൊണ്ടാണ് മോക്ഷം കിട്ടിയത്. ഹനുമാൻ എങ്ങനെയാ ചിരഞ്ജീവിയായത്? ഹനുമാന് ഋഗ്വേദം അറിയാവോ? നിങ്ങളെപ്പോലെ ഋഗ്വേദവും യജുർവേദത്തിലെയും ശ്ലോകങ്ങൾ പറയുകയും ഏതെങ്കിലും ആചാര്യന്മാർ പറയുന്ന ശ്ലോകങ്ങളും വാക്കുകളും പറയുകയും മറ്റുള്ളവരുമായി തർക്കിക്കാൻ നടക്കുകയും ഹനുമാൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഹനുമാൻ ചിരഞ്ജീവിയായത് എന്തുകൊണ്ടാണ്? പാണ്ഡിത്യം കൊണ്ടാണ്. മനസ്സിലായ? അതുകൊണ്ട് വേദങ്ങളും ഉപനിഷത്തുകളും പഠിച്ച് അതിലെ ശ്ലോകങ്ങളും ഉരുവിട്ട് തർക്കിച്ച് സമയം കളയുന്നവരെയാണ് ശങ്കരാചാര്യ സ്വാമികൾ ഇവിടെ മൂഢ എന്ന് വിളിക്കുന്നതല്ലാതെ പഠിപ്പില്ലാത്തവരെ അല്ല, SSLC പാസ്സാകാത്തവരെ അല്ല. മനസ്സിലായ? അല്ലെങ്കിൽ BA തോറ്റവരെ അല്ല, തൊഴിലില്ലാതെ അലഞ്ഞു നടക്കുന്നവരെ അല്ല. മറിച്ച് പാണ്ഡിത്യ കസർത്ത് നടത്തി ജീവിതം പാഴാക്കുന്നവരെ നോക്കിക്കൊണ്ട് പറയുകയാണ്, മൂഢ ഗോവിന്ദനെ ഭജിക്കാൻ. ഇത്രയും പാണ്ഡിത്യ കസർത്ത് നടത്തിയാലും നിങ്ങൾക്കുണ്ടോ? അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം വായിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട്, മായ എന്ന് പറയുന്നത് ഒട്ടലാണ്. മക്കളോടുള്ള ഒട്ടല്, സുഹൃത്തുക്കളോടുള്ള ഒട്ടല്, പ്രപഞ്ച വസ്തുക്കളോടുള്ള ഒട്ടല്. അപ്പൊ നിങ്ങൾ വേദങ്ങളും ഉപനിഷത്തുകളും വായിച്ചിട്ട് മറ്റുള്ളവരുമായി തർക്കിക്കാനേ അത് ഉപയോഗിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത് ഇന്ന് വരെ പകർത്തിയിട്ടില്ല. പകർത്തിയാൽ പിന്നെ ആ നിമിഷം മക്കളോടും എല്ലാം ഉള്ള ഒട്ടല് തീർന്നു, കർമ്മം ചെയ്യത്തേ ഉള്ളൂ. അങ്ങനെ മക്കളോട്, അമ്മയോട്, അച്ഛനോട്, സഹോദരന്മാരോട്, കാമുകിയോട്, കാമുകനോട് ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ നോക്കിക്കൊണ്ട് പറയുകയാണ്, മൂഢാ ഗോവിന്ദനെ ഭജിക്കൂ. ധനമോഹികളെ, പദവികൾ ആഗ്രഹിക്കുന്നവരെ നോക്കിക്കൊണ്ട് കാരുണ്യത്തോടെ പറയുകയാണ്, മൂഢാ മരണം വരുമ്പോൾ ഈ പാണ്ഡിത്യവും ഒട്ടലും ഒന്നും നിന്നെ രക്ഷിക്കില്ല ഗോവിന്ദനെ ഭജിക്കാൻ. മരണം വരുമ്പോൾ നിങ്ങളുടെ അമ്മ രക്ഷിക്കില്ല, അച്ഛൻ രക്ഷിക്കില്ല, കാമുകൻ രക്ഷിക്കില്ല, കാമുകി രക്ഷിക്കില്ല. അല്ലെങ്കിൽ തന്നെ ആലോചിച്ച് നോക്കേ, ഈ ജന്മം തന്നെ എത്ര കാമുകിമാരുണ്ട്, പിന്നെ പൊയ്പോയ ജന്മത്തെ എത്ര. ഈ ജന്മങ്ങളിലെല്ലാം കിണ്ടല് കണക്കിന് കാമുകിമാരും കാമുകന്മാരുമായിട്ട് നടക്കുകയാണ്. ഈ ജന്മം തന്നെ നിങ്ങൾ എത്ര പേരെ അമ്മയെന്ന് വിളിക്കും? ആലോചിച്ച് നോക്കും. നിങ്ങളെ പ്രസവിച്ച അമ്മയെ അമ്മ എന്ന് വിളിക്കുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾ എത്ര പേരെയാണ് അമ്മ എന്ന് വിളിക്കുന്നത്? കൂട്ടുകാരൻ്റെ ആൾക്കാരെ എത്ര പേരെയാണ് നിങ്ങൾ അച്ഛന്ന് വിളിക്കുന്നത്? അതും ആലോചിച്ച് നോക്കാൻ. നമ്മളെ സ്വന്തം അച്ഛനെ മാത്രമല്ല, കൂട്ടുകാരൻ്റെ അച്ഛനെ കാണുമ്പോഴും ചോദിക്കും, അച്ഛാ എവിടെ പോകുന്ന അച്ഛാ എന്ന് നമ്മൾ ചോദിക്കും. അങ്ങനെ നിങ്ങൾ കണ്ണി കണ്ടവരെ എല്ലാം അമ്മ അച്ഛ, അമ്മ അച്ഛ, ചേട്ടാ 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 എന്നുള്ള വിളി ഇപ്പൊ പറയണ്ട. നമ്മൾ ആരെ കണ്ടാലും വിളിക്കും, ആ ചേട്ടാ, ചേച്ചി. ഇങ്ങനെ വിളിച്ച് 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 ലൗകികത്തിൽ മുഴുകി 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 കഴിയുന്നവരെ നോക്കിക്കൊണ്ട് ശങ്കരാചാര്യ സ്വാമികൾ പറയുകയാണ്, മൂഢാ നീ ഗോവിന്ദനെ ഭജിക്കൂ. കാരണം മരണം വരുമ്പോൾ നിന്റെ പാണ്ഡിത്യം നിന്നെ രക്ഷിക്കില്ല. മനസ്സിലായില്ലേ? മരണം അടുത്ത് വരുമ്പോൾ വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും കിട്ടിയ അറിവുകൾ നിന്നെ രക്ഷിക്കുകയില്ല. നിന്റെ ബന്ധങ്ങൾ ഒന്നും നിന്നെ രക്ഷിക്കില്ല. നിന്നെ അമ്മ രക്ഷിക്കില്ല, അച്ഛൻ രക്ഷിക്കില്ല, കാമുകൻ രക്ഷിക്കില്ല, കാമുകി രക്ഷിക്കില്ല, ആരും രക്ഷിക്കില്ല. അതുകൊണ്ട് നീ സമയം പാഴാക്കാതെ അങ്ങനെ വളരെ കാരുണ്യത്തോടെ
നമ്മൾ വഴിതെറ്റുന്നത് കണ്ട് കാരുണ്യത്തോടെ, ഇത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധ ഭഗവാൻ ഇത് 1000 തവണ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാരുണ്യത്തോടു കൂടി ഓർമ്മിക്കുക. ശിവഭഗവാന്റെ അവതാരമായ സാക്ഷാൽ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നു, നീ വേറെ ആരെയും ഭജിക്കണ്ട, ഒരു ദൈവത്തിന്റെ പേരും പറയുന്നില്ല, ഗോവിന്ദനെ ഭജിക്ക് എന്ന് പറഞ്ഞാൽ രാധാ സമേതനായ കൃഷ്ണനെ ഭജിക്കാൻ. അപ്പൊ കൃഷ്ണ കൃഷ്ണ എന്ന വാക്കല്ല, എൻ്റെ കൃഷ്ണ എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കാതെ നിങ്ങൾ ഇന്ന് മുതൽ എൻ്റെ ഗോവിന്ദ എൻ്റെ ഗോവിന്ദ എന്ന് വിളിക്ക്. അതാണ് ഗോവിന്ദൻ ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് മരണം അടുത്തു വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളെ അറിവുകൾ ഒന്നും സഹായിക്കില്ല. ഒറ്റപ്പദം, ഒറ്റപ്പദം, ഒരൊറ്റപ്പദമാണ് നിങ്ങളെ സഹായിക്കുന്നത്. ഗോവിന്ദൻ, ഗോവിന്ദൻ, ഗോവിന്ദൻ. അതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമി പറയുന്നത്, ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമയേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ, സംപ്രാപ്തേ സന്നിഹിതേ കാലേ, നഹി നഹി രക്ഷതി ദുർന്യകരണേ. അപ്പോൾ ഭജഗോവിന്ദം ഇനി എല്ലാ ബുധനാഴ്ചയും കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ശങ്കരാചാര്യ സ്വാമി കാരുണ്യത്തോടെ പറയുന്നു, മൂഢ ഗോവിന്ദനെ ഭജിക്കൂ, ഗോവിന്ദനെ ഭജിക്കൂ, ഗോവിന്ദനെ ഭജിക്കൂ, രാധാ സമേതനായ കൃഷ്ണനെ ഭജിക്കൂ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.